ബില്ല 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 ലൂക്കാസ് ബ്രാംബില്ല. ചെന്നൈയിൻ എഫ് സിയുടെ പുതിയ സൈനിങ്ങിൻ്റെ പേരാണ്. ബ്രസീലിയനാണ്, 29 വയസ്സുകാരനായിട്ടുള്ള താരം, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള താരമാണ്. ഇതോടുകൂടി ചെന്നൈയിൻ എഫ് സി അവരുടെ ഒരു വിദേശ സൈനിങ്സ് ഒക്കെ ഏതാണ്ട് പൂർത്തീകരിക്കുന്നു എന്ന് വേണം പറയാം. കാരണം റയാൻ എഡ്വേർഡ്സ്, അതുപോലെ കോർണർ ഷീൽഡ്സ് എന്നീ 2 താരങ്ങളെ റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ എൽസീഞ്ഞോ, ജോർദൻ വിൽമഗിൽ, ഡാനിയൽ ചീമ എന്നിവരെ ടീമിൽ എത്തിക്കുന്നു. അതിനോടൊപ്പമാണ് ഇപ്പോൾ മറ്റൊരു സൈനിങ് ഫ്രം ബ്രസീൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് അവസാനമായിട്ട് കളിച്ചത് സൈപ്രസ് ലീഗിലാണ്. സൈപ്രസ് ക്ലബ്ബായിട്ടുള്ള ഒതല്ലസ് ഏതൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലബ്ബിലായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത്. ഓൾ കോമ്പറ്റീഷൻസിലായിട്ട് ലാസ്റ്റ് സീസണിൽ ഏതാണ്ട് 36 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളും 7 അസിസ്റ്റുമാണ്. സ്റ്റാറ്റ് വൈസ് നോക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് ആൻ ആവറേജ് സ്റ്റാറ്റ് എന്ന് വേണം പറയാം, അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറെ സംബന്ധിച്ചിടത്തോളം ആവറേജ് ഒരു എബോവ് ആവറേജ് സ്റ്റാറ്റ് എന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഇപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ ബ്രസീലിയൻ ആണ്. അദ്ദേഹം 21-ാമത്തെ വയസ്സിലാണ് ബ്രസീലിൽ നിന്ന് പുറത്ത് യൂറോപ്പിലെത്തുന്നത്. ആദ്യം ഉക്രൈനിലാണ് എത്തുന്നത്, പിന്നീട് വിവിധ രാജ്യങ്ങളിൽ, ഇപ്പം ഗ്രീസ്, ഫിൻലൻഡ്, ബൾഗേറിയ, സൈപ്രസ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഖത്തറിലൊരു ക്ലബ്ബിൽ സൈൻ ചെയ്തു. പക്ഷേ ഞാൻ നോക്കിയ സമയത്ത് അങ്ങനെ മത്സരങ്ങളൊന്നും അവിടെ കളിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ കരിയറിൽ കൂടുതലും കളിച്ചിട്ടുള്ളത് ഗ്രീസ് സെക്കൻഡ് ഡിവിഷനിലാണ്, പിന്നീട് സൈപ്രസ് ലീഗിലാണ് കൂടുതൽ മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നെ 150-ന് മുകളിൽ മത്സരങ്ങളാണ് കളിച്ചതെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റ്സ്, ഇപ്പം ഗോളും അതുപോലെ അസിസ്റ്റും ഒക്കെ നമ്മൾ ആസ് ആൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ നമ്മൾ നോക്കുമ്പോൾ പരിഗണിക്കില്ല. അപ്പം 20+ ഗോൾ, 20+ അസിസ്റ്റ് അങ്ങനെയൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇപ്പം കഴിഞ്ഞ ക്ലബ്ബ്, ഇപ്പം ആ സൈപ്രസ് ക്ലബ്ബിൽ അദ്ദേഹം കൂടുതൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനേക്കാൾ ഒരു മോറോവർ ഒരു ലെഫ്റ്റ് വിങ്ങറുടെ റോളിലൊക്കെ കളിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അതിനും ഒരു സാധ്യതയുണ്ട്. ഇവിടെ പറഞ്ഞ പോലെ ഒരു വിങ്ങർ റോൾ ആൻഡ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോൾ, അങ്ങനെ ഡിഫറെൻറ്റ് റോൾസിലൊക്കെ ഇത് ചെയ്യാം. എന്താണെങ്കിലും ചെന്നൈക്ക് പറഞ്ഞ പോലെ ഇപ്പോൾ എൽസീഞ്ഞോ ആണെങ്കിലും ഡിഫൻസീവ് മിഡ്ഫീൽഡർ CB റോളിൽ കളിക്കും. അങ്ങനെ ഒരു മൊത്തത്തിൽ ഇപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ചെന്നൈൻ്റെ ഒരു വിദേശ സ്ക്വാഡിൻ്റെ ഒക്കെ കാര്യം എടുക്കുന്ന സമയത്ത്. സോ ഐ തിങ്ക് ഫസ്റ്റ് ടീമാണെന്ന് തോന്നുന്നു ഒരു ഫോറിൻ സൈനിങ്സ് ഒക്കെ പൂർത്തീകരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണെങ്കിലും ഇത്തവണ ഞാൻ പറഞ്ഞു ചെന്നൈയുടെ ഇന്ത്യൻ സൈനിങ് ആണെങ്കിലും വിദേശ സൈനിങ്സ് ഒക്കെ ആണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട് ഫോർ അടുത്ത സീസൺ. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഉറപ്പായിട്ടും കമ്പോസിറ്റ് കാണിക്കാൻ സനിയ.